ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നല്ലോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അടിപൊളി പ്രമോയാണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിലൻ എന്ന് പറഞ്ഞാൽ കിട്ടിലൻ പ്രമോ തന്നെയാണ്. നമ്മുടെ രോഹിത് ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരു സീന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഏതായാലും നമ്മുടെ രോഹിത് ജാമ്യം കിട്ടി പുറത്തു വരുന്നുണ്ടെങ്കിലും ബാലചന്ദ്രനോ വൈജയ്ക്കോ ഒന്നും സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം അത്രമാത്രം നമ്മുടെ രോഹിത് അതിക്രമം കാണിക്കുമെന്ന് തന്നെ പറയാം. വീട്ടിൽ കിടന്ന് അതുപോലെയാണ് രോഹിത്തിന്റെ മാനസികാവസ്ഥ കാരണമായിരിക്കാം രോഹിത് അതുപോലെ ആ വീട് ചുട്ടരിക്കാൻ നോക്കുന്നുണ്ട്. ജാമ്യം കിട്ടണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രോഹിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ അലീനയെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് എടുക്കുകയാണ് ബാലചന്ദ്രൻ. രോഹിത്തിനെ പുറത്തു കൊണ്ടുവരണമല്ലോ. അങ്ങനെ അലീന പോകാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. പോകാന്ന് പറഞ്ഞ് സമ്മതിച്ച അലീന, അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം ബാലചന്ദ്രൻ പറഞ്ഞാൽ അലീന കേൾക്കും. അങ്ങനെ പോകാം, എന്തും വരട്ടെ, ഇനിയിപ്പൊ താൻ നാറിയാലും കുഴപ്പമില്ല, പോകാന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ നേരം പരപരാ വെളുത്ത ഉടനെ നമ്മുടെ അലീനയ്ക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണോ, പോകണോ വേണ്ടയോ, അവിടെ ചെന്ന് ഞാൻ എന്തു പറയും, ഞാൻ എന്താ ശരണ്യോട് സംസാരിക്കുന്നത്, ഇത്രയും ദിവസം ഞാൻ ചെന്നത് ഇതിനാണ്, നമ്മൾ ഓർക്കില്ല എന്നൊക്കെ ഓർത്തു. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് വന്ന് ചോദിച്ചു, അല്ല അലീന ചേച്ചി പോകുന്നില്ലേ, അലീന ചേച്ചി അങ്ങോട്ടേക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോണം മോളെ പോണം. അല്ല, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു സാഹചര്യം ഒന്നും. ഞാൻ അവിടെ പോയത്, അവളെ കണ്ടത്, അവളോട് സംസാരിച്ചത്, അവളെ അതിലെ കൂടെയൊക്കെ ആ പരിസരത്തൂടെയൊക്കെ കൊണ്ട് നടന്നതൊക്കെ ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല. അവളുടെ ഭാവി, അതുപോലെ അവളുടെ ഭാവി ജീവിതം, അവള് ആ ഒരു അവസ്ഥയിൽ നിന്ന് വരാൻ വേണ്ടിയാ മോളെ. പക്ഷേ ഇതിപ്പം അവർ ഓർക്കൂലേ ഞാൻ ചെയ്തതെല്ലാം ഇതിനു വേണ്ടി ആയിരുന്നു എന്ന്. അപ്പൊ കൃഷ്ണമോള് പറയാണ്, അതൊന്നും ഇപ്പൊ ഓർക്കണ്ടേ ചേച്ചി നമ്മളെല്ലാ ഭാഗവും കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ ചേച്ചി? ശരിയാവത്തില്ലെന്നേ. എല്ലാ ഭാഗവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കുറച്ച് മൈനസും ഒക്കെ വരും, പ്ലസ് മാത്രം അങ്ങോട്ട് നോക്കരുത്. ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചിലപ്പോൾ നമുക്ക് ചിലവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരില്ല അലീന ചേച്ചി. ചേച്ചിയോട് ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ചേച്ചിക്ക് അറിയത്തില്ലേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പം അറിയാമോളെ കാര്യങ്ങളൊക്കെ. എങ്കിലും അവളുടെ കണ്ണുകളിൽ നോക്കി ഞാൻ എങ്ങനെ ആവശ്യപ്പെടും മൊഴി നീ മാറ്റി പറയണമെന്ന്. അപ്പൊ അവൾക്ക് തോന്നിയാലോ ഞാന് അവളുടെ കൂടെ നടന്നതും അവളെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നതും അവളുടെ വീട്ടുകാരെ ഞാൻ എന്റെ വശത്താക്കിയതും ഒക്കെയാണ് അതിനുവേണ്ടി ആയിരുന്നു എന്ന് ചിന്തിക്കുമെന്ന് എനിക്ക് പേടി. മാത്രമല്ല അവരുടെ വീട്ടുകാരെങ്ങനെ പ്രതികരിക്കും, ഓമനക്കുട്ടനും ഗോപും ഒക്കെ എങ്ങനെ പ്രതികരിക്കും എനിക്ക് അറിയില്ല. ഏതായാലും ഞാൻ പോവുക, അച്ഛൻ പറഞ്ഞതല്ലേ, ആ സ്ഥിതിക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോകുക, പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാതെ പറയുമ്പോൾ ചേച്ചി പോകുമ്പം ഒരു കാര്യം ഓർത്തോണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും ആകരുത്, സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തോണം. പിന്നെ അവിടെ ഷാജി എന്ന് പറയുന്ന ചേട്ടനില്ലേ, ആ ചേട്ടനെയും കൂട്ടി പറ്റൂകിലൊന്ന് പോ. ചിലപ്പം ചേച്ചി ഇത് സംസാരിക്കുമ്പം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ, അല്ലെങ്കിൽ അച്ഛനെയും കൂട്ടി പോകാന്ന് വെച്ചാൽ അത് നടക്കത്തില്ലല്ലോ. കാരണം അച്ഛനെ ഒരിക്കലും അവർ കോളനിക്കകത്ത് കയറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പം അതില്ല. ഏതായാലും മോള് പേടിക്കൊന്നും വേണ്ട, മോളിപ്പോ അതോർത്ത് വിഷമിക്കേണ്ട, മോള് സ്കൂളിൽ പോകാൻ നോക്ക്, സ്കൂളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മനോധൈര്യം കൈവിടാൻ പാടില്ല, ധൈര്യം വേണം മനസ്സിന്. മോള് പൊക്കോ, മോള് സ്കൂളിൽ പൊക്കോ എന്ന് പറയണം. ഏതായാലും ഇതൊക്കെ നമ്മുടെ ബബിത എന്താ പറയാ, ബബിത ഇതൊന്നും അറിയാതെ ഒരു ഫോണും കുത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഒരു ഇതും ഇല്ല കേട്ടോ. ആ വീട്ടിലെ ഇത്രയും പ്രശ്നം നടന്നൊന്നും ബബിതയ്ക്കൊരു ബാധകമല്ല. അപ്പൊ കൃഷ്ണ ഇങ്ങനെ ബബിതേനെ നോക്കണുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണന്റെ അലീനോട് ചോദിച്ചു, എന്തൊരു ജന്മമാ ചേച്ചി എന്ന് വെച്ചപ്പോ, നീ അതൊന്നും കാര്യാക്കണ്ട, നീ അത് വീട്. അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. മോൾ അതൊന്നും കാര്യാക്കണ്ട, മോള് ഇപ്പൊ നേരെ സ്കൂളിലേക്ക് പോകാൻ നോക്കിക്കോ, ചേച്ചി പോയിട്ട് വരാം എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ കൃഷ്ണമോൾ ഈ സമയത്ത് സ്കൂളിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് യാത്രയൊക്കെ പറയണം. ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ നീ സൂക്ഷിക്കണം, പിന്നെ നീ ഒരാളിലാണ് എനിക്കിപ്പോ ആകെ പ്രതീക്ഷയുള്ളത്, കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. ഏതായാലും അലീനയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. അലീന ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവിടെ വലിയൊരു രോക്ഷം തന്നെയാണ് അവിടെ എല്ലാവർക്കും അലീനയോട്. അലീന ആ വീട്ടിനകത്തേക്ക് കേറ്റത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ അലീന അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഓമനക്കുട്ടനുണ്ട്, ഗോപനുണ്ട്, അതുപോലെ തന്നെ ശരണ്യയുടെ അമ്മയുണ്ട്,
ശരണ്യയുടെ അച്ഛനുണ്ട്, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്, നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാന്, നീ ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ശരണ്യനെ കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പം അതെന്താ നിങ്ങളിപ്പൊ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇത്രയും ദിവസവും ശരണ്യനെ കാണാൻ വേണ്ടി വന്നപ്പോഴൊന്നും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മനംമാറ്റം എന്താന്ന് നിനക്ക് അറിയണോ അല്ലേ, നീ അവളോട് ഓരോന്ന് കിള്ളി കുത്തി കിഴിഞ്ഞ് ചോദിച്ച് നീ മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടി ആയിരുന്നല്ലേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചോട്ടെ, വേറെ ഒന്നുമല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, എനിക്ക് ഇപ്പൊ എനിക്ക് ശരണ്യയോട് സംസാരിക്കണ്ട, ഞാനിപ്പം ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും ആങ്ങളമാരോടും സംസാരിക്കാം. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിനെ തൊട്ട് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അലീനയല്ല ശരണ്യ പറയുന്നു രോഹിത് എന്ന് പറയുന്ന ആ പയ്യൻ നിരപരാധിയാണെന്ന്. ഒരു നിരപരാധിനെ ശിക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് പണമോ അതോ പേരും പെരുമയും പ്രസക്തിയൊക്കെയാണോ വേണ്ടത്? അതാണോ നിങ്ങൾക്ക് ആവശ്യം, അതോ ശരണ്യയുടെ ജീവിതമാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ വേറൊന്നും നോക്കുന്നത്, സമുദായക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഇപ്പം ഒന്നടങ്കം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് വേറൊന്നിനുമല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. അതൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ വെച്ചുകൊണ്ട് അവർ കളിക്കുകയാണ്, രാഷ്ട്രീയക്കാരാണെങ്കിലും സമുദായക്കാരാണെങ്കിലും അവര് നിങ്ങളെ വെച്ചുകൊണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്കിലും ഒന്നും മനസ്സിലാക്കുക പ്ലീസ്. ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, എനിക്കൊന്ന് ശരണ്യനെ കാണണം. അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പം അവർ വാഗ്ദാനം ചെയ്ത് കാണും, അതൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടോ, അതൊക്കെ നടപ്പിലാക്കി തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയും, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം കേക്ക്, ശരണ്യയുടെ നല്ല ജീവിതത്തിന് വേണ്ടും ശരണ്യയുടെ ഭാവിക്ക് വേണ്ടിയൊക്കെ തന്നെയാ ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ ശരണ്യയുടെ അടുത്ത് വന്നതും ശരണ്യനെ ഞാൻ കൈ പിടിച്ച് എണീപ്പിച്ച് ഞാൻ ശരണ്യനെ ആ ഒരു രീതിയിലാക്കി എടുത്തതൊന്നും ഒരിക്കലും ഒന്നും നേടാനല്ല, എനിക്ക് അങ്ങനെ നേടാനില്ല ഒന്നും. നിങ്ങൾ ഓർത്ത് നോക്ക്, ശരണ്യ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഓമനക്കുട്ടനോട് ചോദിച്ചു നോക്കി, ഞാനൊരു വാക്ക് ശരണ്യയോട് ചോദിച്ചിട്ടില്ല. ശരണ്യ എന്നോട് പറഞ്ഞത് അവളുടെ കുറ്റബോധം, അവൾ ഈ ജീവിതം മുഴുവനും ഞാൻ കാരണം ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവള് കാരണം അവളുടെ ആ ഒരു മാനസിക നില തെറ്റുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അവൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടാൻ പോകുന്നുണ്ടോ? അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിരപരാധിയായ ഒരാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയല്ലേ അതിന്റെ ദോഷം, നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? ഓമനക്കുട്ടനോ അതുപോലെ ഗോപുനോ ഒക്കെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറയാണ്, നിങ്ങളൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, ഞങ്ങള് മൊഴി മാറ്റി പറയത്തില്ല, ആ ചെറുക്കനും കുറ്റക്കാരൻ തന്നെയാണ്, ഞങ്ങൾ മൊഴി മാറ്റി പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ മൊഴി മാറ്റി പറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ സമുദായക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ നിങ്ങളുടെ കൂടെ നിന്നേക്കും, അത് ഈ ഒരു തീ ഒന്ന് കെട്ട് അണയുന്നത് വരെ. പിന്നെ ഇത് കിടന്ന് പുകഞ്ഞെരിയും. അത് നിങ്ങളുടെ മനസ്സായിരിക്കും കിടന്ന് എരിയാൻ പോകുന്നത്. നിങ്ങൾ തന്നെ തീർക്കാനുള്ള പ്രശ്നമുള്ളൂ. നിങ്ങൾ തീർക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരുടെയും മുമ്പിൽ നാറാനോ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾ ഒരു നിരപരാധിനെ ശിക്ഷിച്ചു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് നാറാനും ചെയ്യാനും അതുപോലെ തന്നെ ഒരു സമാധാനമില്ലാതെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു നിരപരാധിനെ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആശ്വാസം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് അതിന്റെ പേരിൽ നിങ്ങളുടെ മോളെ കുറിച്ചൊക്കെ അഭിമാനിക്കാൻ പറ്റും. നിങ്ങൾ അതൊന്ന് ഓർത്ത് നോക്കുക. അവള് നല്ലൊരു കുട്ടിയല്ലേ, അവൾക്ക് നുണ പറയാനോ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല, അവൾ അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല, അവള് നല്ലൊരു പെങ്കൊച്ചല്ലേ, അതുകൊണ്ടല്ലേ അവള് നല്ല രീതിയിൽ എല്ലാവരോടും ആവശ്യപ്പെട്ടത്. പിന്നെ നിങ്ങളോട് ഇപ്പൊ ഓരോരുത്തര് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ. അവളുടെ ഭാവി നശിപ്പിക്കാനോ അല്ല, അവൾക്ക് എന്തെങ്കിലും ജോലി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ ഒതുങ്ങി തീരുന്നതാണോ അവളുടെ ജീവിതം? അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾക്ക് ഇനിയും പഠിക്കണ്ടേ, അവൾക്ക് വെളിയിൽ ഇറങ്ങണ്ടേ? അല്ലാതെ ഒരു ചീപ്പർ ജോലി കിട്ടി അവർക്ക് ഒതുങ്ങിക്കൂടാനാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് ശരണ്യനെ കാണണം, എനിക്ക് ശരണ്യയെ കണ്ടേ പറ്റൂ. ഇത് വല്ലാത്തൊരു കേസായി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തന്നെ ഇത് ചെവി അറിയാതെ ഒന്നെങ്കിൽ DGPയോടൊപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ചെവി അറിയാതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ദയവ് ചെയ്ത് ഞാൻ കാല് പിടിച്ച് പറയുക, എനിക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരിക്കലും ഒരു നേട്ടവും ഉണ്ടാകത്തില്ല. പക്ഷെ നേട്ടങ്ങൾ മുഴുവൻ നിങ്ങൾക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് സമാധാനം തന്നെ ഉണ്ടാകും. അവളുടെ ഭാവി, അവളുടെ ജീവിതം അതൊക്കെ മറിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ശരണ്യയോട് എങ്ങനെയെങ്കിലും പറഞ്ഞ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശരണ്യയോട് എങ്ങനെയെങ്കിലും പറഞ്ഞ്
ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കണം. രാഷ്ട്രീയക്കാരും സമുദായക്കാരും കെട്ടടങ്ങുമ്പോഴത്തേക്കും പോകും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാകും. നിങ്ങൾ ഒരു നിരപരാധിനെ തൂക്കിലേറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു നിരപരാധി നിങ്ങൾ കാരണം ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ഉണ്ടല്ലോ, ദൈവം ഇത് കാണുമല്ലോ. അതോർത്തോണം. ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പോട്ടെ, ഹരിയുടെ 2 കൂട്ടുകാരന്മാർക്കൊക്കെ പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാം നമുക്ക്. പക്ഷെ നിരപരാധിയായ രോഹിത്തിനെ വെറുതെ വിടണം എന്ന് കേണ് നമ്മുടെ അലീനെ അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശരണ്യ ഇറങ്ങി വരികയും ശരണ്യ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരണ്യ വേറൊന്നും അല്ല പറയുന്നത്, രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ സമുദായക്കാരും ഒക്കെ വന്ന് അച്ഛനോടും അമ്മയോടും പല രീതിയിലും പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അവര് മൊഴി മാറ്റി പറയരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ആ ജോലിയുടെ കാര്യമില്ലേ, ഒരു രാഷ്ട്രീയ പ്രവർത്തക വന്നിട്ട് ഒരു ജോലിയുടെ കാര്യം ആവശ്യപ്പെട്ടല്ലോ, അത് നമ്മുടെ അലീനോട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ചീപ്പർ ജോലി കിട്ടി ഒതുങ്ങി തീരേണ്ടവളാണോ നിങ്ങളുടെ മോള് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവളുടെ ഭാവി ഇവിടെ കൊണ്ട് തീരുന്നതല്ല, അവളുടെ ഭാവി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടാകും. ഒരിക്കലും രാഷ്ട്രീയക്കാരും സമുദായക്കാരും ഒന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാകുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നില്ല. നിങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നൊക്കെ നമ്മുടെ അലീന പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനല്ലേ അലീനയ്ക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ അലീന ഇതൊക്കെ പറയുന്നു, അങ്ങനെ അവരോട് സംസാരിക്കുന്നു. അവരുടെ മനസ്സ് ഏറെക്കുറെയൊക്കെ നമ്മുടെ അലീന മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ശരണ്യയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മനസ്സ് അലീന പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാജിനെയും ഷാജിയുടെ അമ്മേനെയും പെങ്ങളെയും ഒക്കെ അലീന കയറി കാണുന്നുണ്ട്. പക്ഷെ ഈ കാര്യമൊന്നും നമ്മുടെ അലീന പറയുന്നില്ല കേട്ടോ. അപ്പൊ അലീന അത് പറയാൻ പാടില്ലല്ലോ, കാരണം ആദ്യം അത് ശരണ്യയുടെ വായിൽ നിന്ന് തന്നെ വീഴേണ്ട കാര്യമാണ്. അതൊരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ലാത്തത് കൊണ്ട് അലീന അവിടെ വന്നപ്പം നമ്മുടെ ഷാജീനെ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ ഷാജിയുടെ അമ്മേനെയും പെങ്ങളെയൊക്കെ കണ്ട് വിശേഷമൊക്കെ തിരക്കി അവിടെ കയറി കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് അലീന മടങ്ങിപ്പോകുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ തന്നെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് അവർ ചിലപ്പം തീരുമാനിക്കേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പരമാവധി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സ് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛാന്ന് പറയുമ്പോൾ, മതി മോളെ, ഇത് മാത്രം മതി അച്ഛന് വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. അവന് ഒരിക്കലും അങ്ങനെ ജയിലില് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാനുള്ളവനല്ല. അവൻ നിരപരാധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവന് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. അവന് ആ ഒരു കൂട്ടുകെട്ടിൽ കൂടി പറ്റിയൊരു തെറ്റല്ലേ, നമ്മളല്ലാതെ വേറെ ആരാ മോളെ അവനോട് ക്ഷമിക്കുന്നത് എന്നൊക്കെ അലീനോട് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് എന്തും ഞാൻ അച്ഛന് സാധിച്ചു തരും. കാരണം അച്ഛൻ എന്ന് വിളിക്കാൻ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ അച്ഛനെ കാണാൻ പറ്റാത്ത എനിക്ക് ഇപ്പം സ്വന്തമായിട്ട് ഒരു അച്ഛനെ എനിക്ക് കിട്ടിയില്ലേ, അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛാന്ന് വിളിക്കാൻ അച്ഛൻ തരുന്ന ആ ഒരു സ്വാതന്ത്ര്യമില്ലേ, അതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഒരിക്കലും ഈ അലീന നന്ദിയില്ലാത്തവളാവില്ല അച്ഛാ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധിയില്ലേ നമുക്കൊക്കെ എല്ലാവരെയും നിർബന്ധിക്കുകയും അതുപോലെ തന്നെ നമ്മളെ മോശക്കാരാക്കുകയും ഒക്കെ ചെയ്യുന്നതിന്. ഞാൻ അവിടെ ചെല്ലുന്നത് തന്നെ അവർക്ക് ആദ്യമേ ഒരു വെറുപ്പൊക്കെ ആയിരുന്നു. ഇത് കാരണം തന്നെയാണോ ചെല്ലുന്നത്, അവരുടെ ശരണ്യയുടെ മനസ്സ് മാറ്റാനാണോ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഞാൻ അത്രയും ചാട്യം പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്തത്. എനിക്കൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ, എന്തൊക്കെയാണെങ്കിലും ഒരു അനാഥയാണെങ്കിലും ഒരു അനാഥയ്ക്കും ഇല്ലേ ഒരു അഭിമാനവും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അച്ഛ ഒരിക്കലും രോഹിത് വെളിയിൽ ഇറങ്ങരുത് എന്നൊന്നും വിചാരിച്ചിട്ടല്ല അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സന്തോഷ വാർത്ത എല്ലാവരെയും വിളിച്ച് നമ്മുടെ ബാലചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഡിവൈഎസ്പിയുടെ മുമ്പിൽ ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഏതായാലും ഡിവൈഎസ്പിയുടെ ചെവിയിൽ ഈ ഒരു വാർത്ത എത്തുകയാണ്. അത് അലീന കാരണമാണോ അലീനയാണോ പറയുന്നത്? കാരണം ഡിവൈഎസ്പി അലീനയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. നമ്മുടെ രേവതിയും ഗ്രേസിയും മാമച്ചനും ഒക്കെ ഇപ്പം അവരെ കാണിക്കുന്നില്ലെങ്കിലും അവർക്കിടയിൽ ഒരു ബന്ധമുണ്ടല്ലോ. അപ്പൊ ആ ഒരു ബന്ധം കാരണമാണോ നമ്മുടെ അലീന വിളിച്ചു പറയുന്നതാണോ, ഗ്രേസി മാമച്ചനും ഒക്കെ വിളിച്ചു പറയുന്നതാണോ രേവതി മുഖേന? ചിലപ്പോൾ അതിനായിരിക്കാം ചാൻസ് കൂടുതൽ. നമ്മുടെ ഡിവൈഎസ്പി കാര്യങ്ങളൊക്കെ അറിയുന്നു. അത് അന്വേഷിക്കുന്നു. ഡിവൈഎസ്പിയുടെ ചെവിയിലും നമ്മുടെ ശരണ്യ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡിവൈഎസ്പി ബാക്കി കാര്യങ്ങളൊക്കെ മേളിലേക്ക് വിളിച്ചു പറയുകയും നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏതായാലും ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ് വൈജയ്ക്കും ബാലചന്ദ്രനും അലീനയ്ക്കും ബബിതയ്ക്കും ഒക്കെ, കൃഷ്ണമോൾക്കും മനുവിനും ഒക്കെ. പക്ഷേ നമ്മുടെ കമലയും അതുപോലെ തന്നെ ശിവനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. ഒന്ന് ഓർത്തു നോക്കി, അവരുടെ മകൻ ജയിലിൽ കിടക്കാണ്, രോഹിത് ഇറങ്ങി, അത് അലീന കാരണമാണ്, അലീനയുടെ ആ ഒരു പിടിബലമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയും ശിവനും ബാലചന്ദ്രനുമായിട്ട് പോരാടാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പൊ
പിന്നെ ഇതിനിടയിൽ നമ്മുടെ വൈജയും രോഹിത്തിന് ജാമ്യം കിട്ടിയ കാര്യം അറിയുകയാണ്. അങ്ങനെ വൈജയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. മാത്രമല്ല നമ്മുടെ വൈജ വേറൊരു വീടെടുത്ത് മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ്. അതും രോഹിത്തിനെയും കൂട്ടി തന്നെ വേറൊരു വീടെടുത്ത് രോഹിത്തിനെയും ബബിതയെയും കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇത് നമ്മുടെ അലീനയ്ക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അലീന പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കുകയാണെങ്കിൽ, അച്ഛന്റെ കൂടെ അല്ലാതെ അമ്മ മാറി താമസിക്കുകയാണെങ്കിൽ ഒരിക്കലും അലീന ഇനി അവിടെ നിൽക്കില്ല. അലീന ആ വീട്ടിൽ നിന്ന് അതായത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പോകും എന്ന ഒരു തീരുമാനമാണ് അലീന എടുക്കുന്നത് കേട്ടോ. ഏതായാലും അലീനയുടെ ഈ തീരുമാനത്തെ നമ്മുടെ ബാലചന്ദ്രൻ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കും? ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. ഏതായാലും തിരിച്ചൊരു ഭീഷണി നമ്മുടെ അലീനയോട് എടുത്ത് ബാലചന്ദ്രൻ മുഴക്കുകയും ചെയ്യും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടിപൊളി ഒരു പ്രമോയാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാവിലെ ഇന്ന് വീഡിയോ കിട്ടിയില്ല കേട്ടോ, നമുക്ക് ഇന്നത്തെ വിശേഷം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വിശേഷം ഇടാതിരുന്നത്. അപ്പൊ നാളെ നമ്മൾ രാവിലെ കിട്ടുകയാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും രാവിലെ വിശേഷം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.